പറയാണ്, എനിക്ക് അല്പസമയം മ്യൂസിക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ആനന്ദവും ആഹ്ലാദവും എൻ്റെ എല്ലാ ക്ഷീണവും മാറി ഒരു ഉന്മേഷം അനുഭവപ്പെടുക. എത്രമാത്രം എഴുതിയ നിങ്ങൾ വേണ്ട ചോദ്യം മഷി ഉണങ്ങാതെ കിടക്കുന്നു. ആരാധനകൾക്ക് പോലും എനിക്ക് ആവേശം പകരുന്നു എന്നാണ്. കുറച്ചു നേരം പാട്ട് കേട്ടാലേ എത്രമാത്രമാണ് മാനസികമായി ഇതിനെ പരിവർത്തിച്ച്. ഞാൻ ചോദിക്കട്ടെ, ചുടുവെള്ളത്തിൽ കൈ തൊട്ടാൽ അതപ്പോൾ ശരീരം അനുഭവിക്കില്ലേ? തണുത്ത വെള്ളത്തിൽ തൊട്ടാൽ അത് അപ്പം അനുഭവിക്കും. എങ്കിൽ ഉറച്ച് വിശ്വസിച്ചോളൂ, മനസ്സിനെ സെക്കൻഡുകളെ കൊണ്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് മ്യൂസിക്. അതൻ ചെല്ലുന്ന സമയത്ത് തന്നെ മനസ്സിൻ്റെ മാനസികാവസ്ഥ മാറും. നോക്കൂ നിങ്ങൾ, മനസ്സാക്ഷി കുത്തിനെ മരവിപ്പിക്കാൻ എന്തിന് കഴിയുമെന്നറിയൂ? മ്യൂസിക്കിന് കഴിയും. അതുകൊണ്ട് ഒരാൾ സ്വന്തം വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചിട്ട് യാതൊരു മാനുഷിക സ്വഭാവങ്ങളുമില്ലാതെ മനുഷ്യത്വരഹിതമായി പെരുമാറണോ, മ്യൂസിക് വേണം. 26 ലക്ഷം രൂപ ചെലവഴിച്ച് ലഹരിക്കടിമപ്പെട്ട ഭർത്താവിനെയും കൂട്ടി അയാളുടെ ഭാര്യ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ച് ഡി അഡിഷൻ സെൻറ്ററിൽ വന്ന് ചോദിച്ചപ്പോൾ അയാൾ എങ്ങനെയാണ് പോയി കുടുങ്ങിയത്? ഈ മ്യൂസിക്കിനെ ന്യായീകരിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ബാംഗ്ലൂർ ചെന്നപ്പോൾ സുഹൃത്തുക്കൾ മ്യൂസിക് ലൈവ് ഷോ കാണാൻ വേണ്ടി കൊണ്ടുപോയത് അയാളെ. മ്യൂസിക് ലൈവ് ഷോ, അതാണ് അയാൾ അതിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ മ്യൂസിക് അല്ലേ, എന്താ പോയി നോക്കിക്കൂടെ എന്നേ വിചാരിച്ചുള്ളൂ. പോയി കയറിയപ്പോൾ 1000 രൂപ ടിക്കറ്റിന് ഒരു ചെറിയ ഒരു ഗുളിക, വളരെ ചെറിയൊരു ഗുളിക കൂടെ, ടിക്കറ്റിൻ്റെ കൂടെ. ഉള്ളിൽ കയറിയിട്ട് അദ്ദേഹം തന്നെ വിശദീകരിച്ച്, അദ്ദേഹം നേരിട്ട് എനിക്ക് വിശദീകരിച്ച് എന്താണ്, അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുള്ള ക്യാബിനുകൾ, അതിൻ്റെ ബോക്സുകൾ, അതിൻ്റെ നടുക്കൊരു ഗ്ലാസ്, ചായ കുടിച്ചു വെക്കുന്ന ഗ്ലാസ് വെച്ചാൽ അത് പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തിലാണ് സംഗീതമായി പുറത്തേക്ക് വരുന്നത്. സംഗീതം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗുളിക എല്ലാവരും കഴിച്ചു. 1000 രൂപ ടിക്കറ്റ്, ബാംഗ്ലൂരിൽ റിസോർട്ടിൽ. എന്നിട്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചാടാൻ തുടങ്ങി. ചാടിയിട്ട് രാത്രി 9 മണി മുതൽ രാവിലെ 9 മണി വരെ ഒരാൾക്ക് ഇങ്ങനെ നിന്ന് ചാടാൻ പറ്റുമോ സഹോദരങ്ങൾ? ലഹരി, മ്യൂസിക്കിൻ്റെ ലഹരിയും അതേപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ലഹരിയും മനസ്സിനെ മരവിപ്പിച്ച് കിടത്തിയാൽ ഒരു തിന്മയെക്കുറിച്ചും ഒരു കുറ്റബോധം ഉണ്ടാവില്ല. ആ കുറ്റബോധങ്ങളാണ് ജീവിതത്തെ അസ്വസ്ഥമാക്കിയത്. ആ കുറ്റബോധങ്ങളിൽ നിന്ന് മോചനം നേടാൻ നാം കണ്ട മാർഗം ചെവിയിൽ 24 മണിക്കൂർ മ്യൂസിക് സംഗീതങ്ങൾ. അതിൻ്റെ ഒരു ഗുണം പറയൂ സുഹൃത്തുക്കളെ, ന്യായീകരിക്കുന്നവരൊരു ഗുണം പറയൂ. അർത്ഥമില്ലാത്ത, ആശയമില്ലാത്ത ഈ സമയം കളയുന്ന വിലപ്പെട്ട സമയങ്ങളെ ചിലവഴിക്കുന്ന 1 മിനിറ്റ് കൊണ്ട് 2 മാർക്കിൻ്റെ ഒരു ആൻസർ പഠിക്കാൻ പറ്റും. 5ഉം 10ഉം മണിക്കൂറും ചെവിയിൽ വെച്ച ഈ മ്യൂസിക്കുകൾ നമുക്ക് എന്തു നൽകി? അതിനെ ന്യായീകരിക്കുന്നവർക്ക് റസൂലുള്ളാഹിന്റെ പ്രവചനം അവർ സത്യപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? എനിക്കു ശേഷം ഒരു ജനത വരാനുണ്ട്, അവർ അനുവദനീയമാക്കും അൽഹിറ, വ്യഭിചാരത്തെ ന്യായീകരിക്കുന്ന ന്യായങ്ങളാണ് പറഞ്ഞത്. ഒരു അന്യ പെൺകുട്ടിയോട് തോന്നിയ കാമത്തിനെ പുതിയ പേരിട്ട് വ്യഭിചാരത്തിന് പുതിയ ന്യായങ്ങളല്ലേ കടലാസ തുണ്ടുകളിൽ എഴുതി വെച്ചത്? വ്യഭിചാരത്തെ അനുവദിക്കുന്ന ഒരു പുതിയ തലമുറ, അതാണ് ഇവിടെ കണ്ടത്. സംഗീതത്തെ അനുവദിക്കുന്ന ഒരു പുതിയ തലമുറ ഇവിടെ വരും. അതേപോലെ തന്നെ പിന്നെ പട്ടുകളെ അള്ളാഹുവിൻ്റെ എന്ത് വിരോധിച്ചോ അതിനെയൊക്കെ അനുവദിക്കുന്ന ഒരു കാര്യം വരും. നോക്കൂ നിങ്ങൾ, ചെറിയൊരു കുറ്റബോധം വരുമ്പോൾ മുമ്പ് ചോദിച്ചിരുന്നത് എനിക്ക് നിസ്കാരത്തിൽ ഭക്തി കിട്ടുന്നില്ല എന്നാണ്. ഇപ്പം ഏതൊരുത്തം വന്നാലും ആദ്യം ചോദിക്കണം എന്താ അറിയൂ, ചെറിയൊരു പിന്നെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു പിന്നെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ശരി എന്താണെന്നാണ്. എന്താണ് ശരി? പലിശ ദിർഹമുരിബൻ, ഒരു ദിർഹം പലിശ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു ദിർഹം പലിശ ആരെങ്കിലും തിന്നാൽ, ഭക്ഷിച്ചാൽ അത് 36 വ്യഭിചാരത്തെക്കാളും മാരകമാണ്. എല്ലാ തിന്മകളും ആ തിന്മകൾക്കുള്ള ന്യായങ്ങളാണ് സഹോദരങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിൻ്റെ വിശ്രമം എങ്ങനെ സാധ്യമാകും? സംഗീതത്തിലല്ല, ലഹരിയിലല്ല. അതൊക്കെ അല്പം ആശ്വാസം പകർന്നാലും പിന്നീട് ഏറ്റവും ശക്തമായ വേദനയോടെ തിരിച്ചു വരികയാണ് ചെയ്യുക. പരിഹാരമാർഗം ഞാൻ പറഞ്ഞു, നിങ്ങൾ പരീക്ഷിച്ചോളൂ. ഒരാഴ്ച പരീക്ഷിച്ചിട്ട് വിജയിക്കുന്നില്ലെങ്കിൽ പറയൂ, അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു, വജഅലിൽ ഖുർആന റബീഅ കൽബി, അള്ളാഹുവേ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. ഒരു പ്രകൃതിയിൽ വസന്തം എന്ത് സുഗന്ധങ്ങൾ പരത്തുന്നുവോ, എന്തൊരു നല്ല അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നുവോ എന്ന പോലെ സഹോദരങ്ങളെ, നിത്യവസന്തം ഹൃദയത്തിൽ എങ്ങനെ ഉണ്ടാവും? ഖുർആനിനെ കൊണ്ട് അതുണ്ടാകും. ഖുർആൻ ശരിക്കും ഉൾക്കൊള്ളുകയും ഖുർആൻ പഠിക്കുകയും അതിൻ്റെ പ്രായോഗിക നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ അത് ആനന്ദകരമായൊരു ജീവിതമാണ്. അത് ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുന്ന ജീവിതത്തിൻ്റെ ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഖുർആൻ്റെ ആ മനോഹരമായ പാരായണങ്ങൾ പോലും എത്ര മനോഹരമാണ് സഹോദരങ്ങൾ. നോക്കൂ, ഒരു ഫാത്തിഹ സൂറത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ 11 റക്അത്തുണ്ടാവും. ഫാത്തിഹ സൂറത്ത് ഇമാമ് എത്ര പ്രാവശ്യം ഓതുന്ന ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമുക്ക് എന്തെങ്കിലും മടുപ്പ് തോന്നാറുണ്ടോ? എപ്പോഴും മനോഹരമായിട്ടേ തോന്നും. നിങ്ങളൊരു ഡയൽ ട്യൂണായിട്ടൊരു മ്യൂസിക് വെച്ച് നോക്കൂ,
എത്രയോ കേട്ടാൽ പിന്നെ നമ്മളത് മാറ്റുന്നു. ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി മടുത്തു. എന്നാൽ വിശുദ്ധ ഖുർആൻ എത്ര പാരായണം ചെയ്താലും എത്ര വായിച്ചാലും മടുക്കാത്താണ് അതിൻ്റെ വാചകങ്ങൾ, അതിൻ്റെ ഈണങ്ങൾ പോലും അങ്ങനെയാണ്. ഒരു സുഹൃത്തെ ഖുർആനിൻ്റെ ആ ഈണ ഭംഗിയെ ന്യായീകരിച്ചുകൊണ്ടാണ് മ്യൂസിക്കിനെ ന്യായീകരിച്ചത്. അത് ഖുർആൻ അങ്ങനെയാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ ഇതിന് അനുവദനീയമാണെന്നല്ലേ സൂചന എന്നാണ്. അതിലെന്തെങ്കിലും നന്മയുടെ വശമുണ്ടെങ്കിൽ ആ നന്മ ഖുർആൻ പാരായണത്തിലൂടെയും കേൾവിയിലെയും നമുക്ക് പകർന്നു നൽകും. അതുകൊണ്ട് മനസ്സിൻ്റെ സന്തോഷം തിന്മയുടെ മാർഗങ്ങളല്ല. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച അനുവദനീയമായ വഴികളിലൂടെ അത് അനുഭവിക്കാനുള്ള ശ്രമം നാം നടത്തണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താൻ, മനസ്സിനെ മോചിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. വാപ്പൻ്റെ അടുക്കുന്ന് പണം വാങ്ങി നമ്മൾ കൊണ്ടുവന്നു വരുമ്പോൾ സാധാരണ ഒരു നമുക്ക് തന്നെ വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് തന്നെ പ്രയാസമാണ്. ആ സമയത്ത് സ്വന്തം പിതാവിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും ചെറിയ മാനസിക പ്രയാസമുണ്ട്. സഹോദരങ്ങളെ, ആ പണം വാങ്ങിക്കൊടുന്ന് തെറ്റായ മാർഗത്തിൽ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ മനസാക്ഷി കുത്തത്രയായിരിക്കും. വളരെ പ്രയാസപ്പെട്ട് സ്വന്തം വീട്ടിൽ സ്വന്തം അനുജന്മാർക്ക് നൽകേണ്ട ഭക്ഷണമായി നൽകേണ്ട പണം പിശുക്കി ഉണ്ടാക്കി ഫീസായി തന്നിട്ട് ആ ക്യാമ്പസിലെ സമയവും ആ വാപ്പ തന്ന പണവും തെറ്റിനുപയോഗിച്ചാൽ ആ മനസ്സിന് എന്ത് സന്തോഷം ഉണ്ടാവും? എല്ലാവരോടുമുള്ള കടമകളെയും കർത്തവ്യങ്ങളെയും ശരിയായ അർത്ഥത്തിൽ നിർവഹിക്കുമ്പോൾ മാത്രമേ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ. തെറ്റുകളിൽ നിന്ന് മോചനം നേടുക, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ പഠിച്ചും മനസ്സിലാക്കിയും ജീവിക്കാൻ ശ്രമിക്കാം. പിന്നെ അവസാനമായി ഇതിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മാർഗനിർദ്ദേശം ആവശ്യമുള്ളത് പലരും ചോദിക്കുന്നൊരു ചോദ്യം സാധിക്കുന്നില്ല എന്നാണ്. ഒരു സുഹൃത്ത് വ്യക്തമായി എഴുതിയിട്ട് എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പലരും പറയുന്നതാണ്. ഒരു സുഹൃത്ത് 10 കൊല്ലം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ജീവിച്ചിട്ടും അയാളുടെ ഭാര്യയും അയാളും ഏറ്റുപറയുന്ന ഒരു കാര്യം, എനിക്ക് കഴിയുന്നില്ല. എന്തിനു കഴിയുന്നില്ല എന്നാണ്? ചെറുപ്പത്തിൽ ശീലിച്ചു വന്ന സ്വയം ഭോഗം, അത് യഥാർത്ഥത്തിൽ എനിക്കതിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നില്ല എന്ന്. മോചനം നേടാൻ പറ്റാത്ത ഒരു തിന്മകളുമില്ല സഹോദരങ്ങളെ. എങ്ങനെ മോചനം നേടാം? ആദ്യം മനസ്സുകൊണ്ട് ആഗ്രഹം വേണം. തെറ്റായ ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കണം. പിന്നെ മോചനം നേടാനുള്ള ശരിയായ മാർഗം, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു ദീനിൽ കുറേ മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ സുരക്ഷയ്ക്ക് വാതിലുണ്ടല്ലോ അല്ലേ? എല്ലാറ്റിനും സുരക്ഷക്കാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സുരക്ഷയ്ക്ക് വസ്ത്രങ്ങളുണ്ട്, വാഹനത്തിൻ്റെ സുരക്ഷയ്ക്ക് അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. എന്തിനും സുരക്ഷ. ഉയർന്നു നിൽക്കുന്ന വലിയ മുനാരത്തിനും വലിയ സിഗ്നലുകൾക്കും മുകളിൽ ഇടിമിന്നലേൽക്കാതിരിക്കാൻ രക്ഷാ സംവിധാനങ്ങളുണ്ട്. നമുക്ക് മാത്രം രക്ഷാ സംവിധാനങ്ങൾ വേണ്ടേ? തെറ്റായ വേഷവിധാനങ്ങളോടെ പ്രത്യക്ഷപ്പെടുന്ന ക്യാമ്പസിലെ കുട്ടികൾ, വൃത്തികെട്ട സിനിമകൾ, വൃത്തികെട്ട പോസ്റ്ററുകൾ, എന്തെല്ലാം രതിവൈകൃതങ്ങൾ, സുഹൃത്തുക്കൾ പരസ്യമായും സ്വകാര്യമായും നൽകുന്ന തിന്മയുടെ പ്രചോദനങ്ങൾ. ഒരു സുരക്ഷ നമുക്ക് വേണം. നല്ല നേരം പുലർന്ന് നാം കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ സുരക്ഷയുടെ വചനങ്ങളോടെ ജീവിതം ആരംഭിക്കണം. ഒന്ന്, സമയത്ത് എഴുന്നേൽക്കണം. 8 മണി വരെയും 9 മണി വരെയും കിടന്നുറങ്ങുന്നവർക്ക് സഹോദരങ്ങളെ ജീവിതത്തിലൊരു നന്മയെക്കുറിച്ചും ആലോചിക്കാനോ സന്തോഷത്തോടെ ജീവിക്കാനോ ആവില്ല. മടിയനായി ഉണരാതെ നല്ല മനസ്സോടെ ഉണരുക, നേരത്തെ ഉണരുക. അലാറം വെച്ച് ഉണർന്നു കഴിഞ്ഞാൽ ഇസ്ലാം സുരക്ഷയ്ക്ക് വേണ്ടി വെച്ച ഏറ്റവും നല്ല മാർഗം നമസ്കാരമാണ്. നമസ്കാരം കൃത്യതയോടെ ചെയ്യുന്നവനിൽ അത് കാണും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഭൗതിക ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സുഗന്ധമാണ്, മറ്റൊന്ന് എൻ്റെ ഭാര്യമാരാണ്. പിന്നീട് നബി പറഞ്ഞു, ഖുർറത്തു ഐനി ഫിസ്വല, ഞാൻ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്ന നിമിഷങ്ങൾ നമസ്കാരത്തിലാണ്. ശരിക്കണം നമസ്കരിച്ചാണ്ടല്ലോ അത് ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം സൃഷ്ടിക്കും. നമസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്കും ചെയ്യുന്ന തെറ്റുകൾ ഓരോന്ന് ഓർമ്മ വരും. വരാതിരിക്കണമെങ്കിൽ തെറ്റിൽ നിന്നും മുക്തമായി ഭക്തിയുള്ള ഒരു ഹൃദയത്തെ സ്ഥാപിക്കുക, അതിൽ നിന്നും ഭക്തിയുള്ള നമസ്കാരം ഉണ്ടാക്കുക. മറക്കരുത്, തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ അസർ നമസ്കരിക്കാൻ വിട്ടുപോകും. യാത്രാവേളയിൽ ളുഹറിൻ്റെ കൂടെ കസറാക്കിയിട്ടെങ്കിൽ നമസ്കരിച്ച് ഇന്നു മുതൽ അതിന് കണിശത ഏർപ്പെടുത്തുക. ക്യാമ്പസിൻ്റെ എന്തു തിരക്കിലും സാധിക്കുമെങ്കിൽ പള്ളിയിലെത്താൻ ശ്രമിക്കുക. ആ ശീലം മറ്റുള്ളവർ നമ്മളെ വ്യതിരിക്തമായി നിൽക്കും, നമ്മുടെ മനസ്സുകളെ ശുദ്ധമാക്കും. രണ്ടാമത്തെ, സുഹൃത്തുക്കളെ നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്കൊരു കൂട്ടുകാരൻ വേണം. എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന കൂട്ടുകാരൻ. കൂടെ വിസ എടുക്കേണ്ടത്, ഭാര്യനെ കൊണ്ടുപോകണമെങ്കിൽ കൂടെ വിസ വേണം, വേറെ വിസ എടുക്കണം, ടിക്കറ്റ് വേണം. ഏതു നാട്ടിലും എവിടെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു കൂട്ടുകാരൻ, അതാണ് വിശുദ്ധ ഖുർആൻ. ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പരിഭാഷയോടുകൂടെ നോബൽ ഖുർആൻ്റെ ചെറിയ കോപ്പി കിട്ടും. പ്രോഫ്കോണിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായി നിങ്ങളൊരു ഖുർആനെ സ്വീകരിക്കും. ഒരു 10 വാചകങ്ങളെങ്കിലും ഒരു ദിവസം എത്ര തിരക്കുണ്ടെങ്കിലും പാരായണം ചെയ്യൂ. ആ പാരായണം നമുക്ക് വല്ലാത്തൊരു കവചമാണ്, സംരക്ഷണമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ എന്നെക്കൊണ്ട് കഴിയൂല എന്ന് അവൻ പറയേണ്ടി വരില്ല. നമസ്കാരം, ആ ഖുർആൻ പാരായണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
സുരക്ഷയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട